PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്നും തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കും. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറ വെക്കില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. വി അരുൺ, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം അതേത് രീതിയിലാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന് മാറ്റം വരുത്തുന്ന ഒന്നും ഉണ്ടാകില്ല. മാത്രവുമല്ല, ഈ സംഘപരിവാർ ആശയങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഈ ദേശാമൻ ലേഖനത്തിൽ അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത്. ഇന്നലെ CPI ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണം വരുന്നത്. ഒരു കാരണവശാലും അത്തരം ആശയങ്ങൾ ഇവിടെ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേന്ദ്രം പറയുന്ന അതേ പാഠഭാഗങ്ങൾ, കേന്ദ്ര പാഠപുസ്തകങ്ങൾ, അതേ പാഠഭാഗങ്ങൾ സംസ്ഥാനത്ത് പഠിപ്പിക്കണം നിർബന്ധം പിടിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കരിക്കുലം തീരുമാനിക്കാനുള്ള അവകാശം ദേശീയ വിദ്യാഭ്യാസ നിയമവും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ആവർത്തിക്കുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും ഇൻഷുറൻസ് തട്ടിപ്പ്. മറ്റൊരാൾക്ക് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായത്. ഗീതയിൽ നിന്ന് വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരനായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. ഇയാൾ വേറെയും നിരവധി ഇൻഷുറൻസ് തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനാണ്. കാലടി സ്വദേശി ഗീത എന്ന വീട്ടമ്മ തിരുവനന്തപുരം റൂറൽ SP കൊടുത്ത പരാതിയാണിത്. തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴാണ് 2 വാഹനാപകട കേസുകളിൽ പ്രതിയാണെന്ന് ഗീത ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. 2017 ഓഗസ്റ്റ് 30 തോന്നക്കലിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു പരാതി. ഗീതയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും സ്കൂട്ടറിൽ തോന്നക്കലിലേക്ക് പോയിട്ടുമില്ല. മാത്രവുമല്ല, സ്കൂട്ടർ 2018 ജൂണിൽ വിദ്യാധരൻ എന്നയാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥാവകാശവും കൈമാറി. എന്നിട്ടും എങ്ങനെ കേസിൽ പ്രതിയായി എന്ന ഗീതയുടെ കുടുംബത്തിന്റെ അന്വേഷണമാണ് തട്ടിപ്പിലേക്ക് വെളിച്ചം വീശിയത്. വണ്ടി ഭാര്യയുടെ പേരിലായിരുന്നു. ഭാര്യ ഓട്ടിക്കാറില്ല, ഞാനാണ് ഓട്ടിക്കുന്നത്. ഞാനാണെങ്കിൽ സിറ്റി ഇട്ട് ഒരിടത്തും പോകില്ല. മംഗലാപുരത്ത് വെച്ച് സംഭവിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. മംഗലാപുരം ആ ഭാഗത്ത് വെച്ച് സംഭവിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ നോട്ടീസ് കിട്ടുന്ന സമയത്ത് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ നോട്ടീസ് പറയുന്ന ഡേറ്റ് അനുസരിച്ച് ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്, വേറെ ആളുടെ കയ്യിലുമല്ല. അങ്ങനെ ഞാനിത് അന്വേഷിക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അവിടുന്ന് വ്യക്തമായൊരു കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അവിടെ അന്നത്തെ SI പുതിയ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി ഒക്കെ ബോധ്യപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, എനിക്ക് മുമ്പിരുന്ന ആളുകളാണ് ചെയ്തത്, എനിക്കത് കയറി അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൂറൽ SPക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് അത് വരുമ്പോൾ ഞാൻ അത് അന്വേഷിക്കാം. അങ്ങനെ റൂറൽ SPക്ക് പരാതി കൊടുത്തു. പുള്ളി കൊടുത്തു. അന്ന് തന്നെ എല്ലാം അന്വേഷണം പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ റിട്ടേണായി. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവിടുത്തെ റൈറ്റർ, അഡീഷണൽ SI, അഡ്വക്കേറ്റ്, പിന്നെ ഇത് ചില സ്ഥിരം ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. ഇതാണ് ഇത് കേസ് ഉണ്ടാക്കിയതാണ്. ഗീത പോലീസിൽ പരാതി നൽകിയതോടെ തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു. പിന്നെ വിദ്യാധരനെ 1-ാം പ്രതിയാക്കി അതേ കേസ് ആറ്റിങ്ങൽ MACT കോടതിയിൽ ഫയൽ ചെയ്തു. P. ബാലചന്ദ്രൻ നായരായിരുന്നു അഭിഭാഷകൻ. ഇൻഷുറൻസ് കമ്പനിയും സമാന്തരമായ അന്വേഷണം നടത്തി. അപകടം നടക്കുമ്പോൾ വിദ്യാധരനായിരുന്നു വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഈ കേസിൽ വിദ്യാധരൻ, അഭിഭാഷകൻ, ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നൽകി. ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതല്ല വിദ്യാധരന്റെ തട്ടിപ്പ് കഥകൾ. മറ്റൊരു കേസിൽ ഇയാൾ ക്ലെയിം നേടിയെടുത്തത് സൈമൺ എന്നയാളുടെ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചാണ്. ഇതിന് വിദ്യാധരന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ M. ഗണേഷ്. പല കേസുകളിലും FIR ഇട്ട് സഹായിച്ചത് കാട്ടാക്കട SI T. സുരേന്ദ്രൻ. വക്കാലത്ത് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറും.
ഓരോ കേസുകളിലും വിദ്യാധരന്റെ പ്രായവും വിലാസവും മാറും. ഗീതയിൽ നിന്ന് വാങ്ങിയ KL01 BM 5984 എന്ന വാഹനം ഉപയോഗിച്ച് തന്നെ ഇയാൾ പല കേസുകളിലും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര MACT കോടതിയിൽ മാത്രം വിദ്യാധരൻ ഉൾപ്പെട്ട 6 കേസുകളാണുള്ളത്. VV അരുൺ, News 18, തിരുവനന്തപുരം.